ബി പി അഥവാ ബ്ലഡ് പ്രഷർ എന്നാണ് എന്നതിനെ പറ്റിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ ബോഡി വർക്ക് ചെയ്യണമെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾക്ക് രക്തം ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും എത്തിയേ മതിയാവുള്ളൂ. ഈ എത്താൻ വേണ്ടിയിട്ട് നമ്മുടെ ഹാർട്ട് കണ്ടിന്യൂസ് വർക്ക് ചെയ്യുന്നുണ്ട്. ഈ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഹാർട്ട് കൺട്രാക്റ്റ് ചെയ്യുന്നു, അതായത് ചുരുങ്ങിയിട്ട് ആ ഹാർട്ടിലേക്ക് ഫില്ല് ചെയ്തിട്ടിരിക്കുന്ന രക്തം പുറത്തേക്ക് പോകുന്നു, റിലാക്സ് ചെയ്യുന്നു. അതിൻ്റെ ഫലമായിട്ട് നമ്മുടെ ഹാർട്ടിലേക്ക് പുറമേ നിന്ന് രക്തം ഫില്ല് ചെയ്യപ്പെടുന്നു. ഇങ്ങനെയാണ് നമ്മുടെ ഹാർട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു സമയത്ത്, ഈ കൺട്രാക്ഷൻ്റെ സമയത്ത് ഏറ്റവും കൂടുതൽ പ്രഷർ യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ ഹാർട്ട് കൺട്രാക്റ്റ് ചെയ്യുന്നത്. ഈ ഒരു പ്രഷറാണ് നമ്മളെ സിസ്റ്റോളിക് ബി പി എന്ന് വിളിക്കുന്നത്. ഇനി ഈ ഒരു കൺട്രാക്ഷൻ കഴിഞ്ഞ് അടുത്ത കൺട്രാക്ഷൻ ഉണ്ടാകുന്നതിന് മുമ്പ് നമ്മുടെ ഹാർട്ട് ഒന്ന് കുറച്ച് റിലാക്സ്ഡ് സ്റ്റേറ്റിലേക്ക് പോകുന്നുണ്ട്. ഈ ഒരു സ്റ്റേറ്റിനെയാണ് നമ്മൾ ഡയസ്റ്റോളിക് ബി പി മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ കൺട്രാക്റ്റ് ചെയ്യുമ്പോൾ ഹൈ എമൗണ്ട് ഓഫ് പ്രഷർ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു, റിലാക്സ്ഡ് സ്റ്റേറ്റിൽ ലോ എമൗണ്ട് ഓഫ് പ്രഷർ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ഇതാണ് നമ്മൾ ബി പി എപ്പോഴും എഴുതുമ്പോൾ 120/80 എന്ന് പറഞ്ഞിട്ടാണ് എഴുതൽ, അല്ലാണ്ട് ഒരു വാല്യൂ ആയിട്ടല്ല നമ്മളവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഈ ഹയസ്റ്റ് പ്രഷർ, അതായത് 120നെയാണ് നമ്മൾ സിസ്റ്റോളിക് ബി പി എന്ന് വിളിക്കുന്നത്. ലോവസ്റ്റ് പ്രഷറിനെയാണ് നമ്മൾ ഡയസ്റ്റോളിക് ബി പി എന്ന് വിളിക്കുന്നത്. പക്ഷേ എപ്പോഴും ഈ ഒരു ബി പി നമുക്ക് എല്ലാ ആൾക്കാരിലും ഒരേ വാല്യൂ ഒന്നും ആയിരിക്കത്തില്ല. അതായത് നമ്മുടെ ബോഡിയുടെ വർക്കിംഗ് കണ്ടീഷൻ അനുസരിച്ച് നമുക്ക് എല്ലാവർക്കും ബി പി മാറിക്കൊണ്ടേയിരിക്കുന്നു. നമ്മൾ ഹൈ ലെവൽ ഒരു അത്ലറ്റ്സ് ആണെങ്കിൽ നമുക്ക് ബി പി വളരെ ലോ ആയിരിക്കും. അതായത് നമ്മുടെ ഹാർട്ടിന് അത്രയും കപ്പാസിറ്റി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഫില്ലിംഗ് കപ്പാസിറ്റിയൊക്കെ കൂടുതലായിരിക്കും. അപ്പം ഹാർട്ടിന് കുറച്ച് പ്രഷർ കൊടുത്താൽ തന്നെ ഈ ബ്ലഡ് പുറത്തേക്ക് പോകാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും ചില സമയത്ത് വിചാരിക്കുന്നതാണ്, നമ്മുടെ പ്രഷർ ഒന്ന് താഴ്ന്നു പോയി കഴിഞ്ഞാൽ അയ്യോ എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, അല്ലെങ്കിൽ പ്രഷർ ഭയങ്കരമായിട്ട് കൂടുന്നതിനനുസരിച്ച് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ. പക്ഷെ നമ്മുടെ ശരീരത്തിൻ്റെ തന്നെ ഘടന അനുസരിച്ച് എല്ലാവരിലും പ്രഷർ മാറി മാറി പോകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും ഇനി ബ്ലഡ് പ്രഷർ നമ്മൾ മോണിറ്റർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതൊക്കെ കൂടി ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും.